ഹായ് കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലോ? ഞാൻ സരോജ റോബിൻ, ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്. CS20ലേക്ക് ഏവർക്കും സ്വാഗതം. ഫോക്കസ് ഏരിയയുടെ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് പഠിച്ചിരിക്കും എന്ന് കരുതുകയാണ്. അപ്പോൾ എക്സാമിന് വളരെ സന്തോഷത്തോടു കൂടെ പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്സ് മേടിക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ച് ചില ഡൗട്ടുകൾ കാണും. അത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും അതെല്ലാം മാറുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എക്സാം ഹാളിൽ കടന്നു പോകുമ്പോൾ എന്തെല്ലാമാണ് കൊണ്ടുപോകേണ്ടത്. ഹാൾ ടിക്കറ്റ് നിങ്ങൾ മറക്കാതെ എടുക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കുടിവെള്ളം കരുതുക. മാസ്ക് ധരിക്കണം, അറിയാലോ, കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കുക. സാനിറ്റൈസർ കൊണ്ടുപോകണം. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പേനകൾ, പെൻസില്, സ്കെയില്, റബ്ബർ, ഇതൊക്കെ നിങ്ങൾക്ക് കരുതുക. അതായത് മറ്റു കുട്ടികളെ ഒന്നും മേടിക്കേണ്ടി ഇടപെടരുത്. ഇപ്പോഴത്തെ കോവിഡ് പ്രോട്ടോക്കോൾ അതുപോലെ തന്നെ പാലിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ എക്സാം ഹാളിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ആൻസർ എഴുതാനായിട്ടൊരു മെയിൻ ഷീറ്റ് കിട്ടും. അതൊരു ബുക്കിൻ്റെ മോഡലിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇത് 8 പേജുള്ള ഒരു പേപ്പറാണ്. ഇതിൽ ആദ്യത്തെ പേജിൽ രണ്ട് പേജ് നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്തിരിക്കും കുറച്ച് കാര്യങ്ങൾ. ആദ്യത്തെ പേജിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് അതിൽ എക്സാമിൻ്റെ പേര്, നെയിം ഓഫ് എക്സാമിനേഷൻ, അവിടെ നിങ്ങൾക്ക് +1 എക്സാമിനേഷൻ സെപ്റ്റംബർ 2021 എഴുതുക. രണ്ടാമത് നിങ്ങൾക്ക് സബ്ജക്റ്റ്, അത് ഏത് സബ്ജക്റ്റാണെന്നുള്ളത് അത് ഹാൾ ടിക്കറ്റ് നോക്കി വ്യക്തമായിട്ട് അവിടെ സബ്ജക്റ്റ്, ഇപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ എന്താണെന്നുള്ളത് അവിടെ എഴുതുക. അന്ന് നടക്കുന്ന പരീക്ഷയുടെ പേരാണ് എഴുതേണ്ടത് കേട്ടോ. അടുത്തവിടെ പേപ്പർ എന്ന് കാണും, അവിടെ നിങ്ങൾ എഴുതേണ്ട കാര്യമല്ല. അടുത്തത് നിങ്ങൾ എഴുതേണ്ടത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, ഏത് ഡേറ്റിലാണോ എക്സാം എഴുതുന്നത് ആ ഡേറ്റ് അവിടെ വയ്ക്കുക. എന്നിട്ട് ആ പേപ്പറിൻ്റെ താഴ്ഭാഗത്തോട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ എഴുതേണ്ട കോളംസ് ഉണ്ട്. അതിൽ രജിസ്റ്റർ നമ്പറിൽ അക്കത്തിൽ എഴുതണം. അതായത് രജിസ്റ്റർ നമ്പർ ഇൻ ഫിഗേഴ്സ് എന്ന് കാണും, പിന്നെ രജിസ്റ്റർ നമ്പർ ഇൻ വേർഡ്സ് എന്ന് കാണും. അക്കത്തിലാണ് ആദ്യം എഴുതേണ്ടത്, പിന്നെ രണ്ടാമത്തത് വേർഡിൽ എഴുതണം. ഇപ്പോൾ 623492 ആണെങ്കിൽ 6 എന്നാൽ ആദ്യം 6, 2, 4 അങ്ങനെ ഓരോരോ കോളം അതിനകത്തുണ്ട് കേട്ടോ. ആ കോളത്തിനകത്ത് ആ രജിസ്റ്റർ നമ്പർ കറക്റ്റായിട്ട് എഴുതുക അക്കത്തിൽ. രണ്ടാമത് അതിൻ്റെ വേർഡ്സിൽ എഴുതുമ്പം 6 ആണെങ്കിൽ XIX അല്ലേ, ആ അക്ഷരങ്ങൾ എഴുതുക അക്ഷരത്തിൽ. അല്ലെങ്കിൽ 6 എന്ന് മലയാളത്തിൽ എഴുതാം. മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്കവിടെ രജിസ്റ്റർ നമ്പറിൻ്റെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും എഴുതി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ടീച്ചർ, അവിടെ നിൽക്കുന്ന ടീച്ചർ, നിങ്ങളുടെ എക്സാം ഹാളിൽ നിൽക്കുന്ന ടീച്ചർ ഇത് വെരിഫൈ ചെയ്യും. നിങ്ങളുടെ പേപ്പറൊക്കെ വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾ രജിസ്റ്റർ നമ്പറൊക്കെ എഴുതിയതൊക്കെ ശരിയാണോ എന്നൊക്കെ നോക്കും കേട്ടോ. എന്നിട്ട് അവിടെ സൈൻ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ടീച്ചർ ആരാണോ അവരോട് ചോദിക്കാം. അവർ പറഞ്ഞു തരും കേട്ടോ ഇതൊക്കെ എഴുതേണ്ട രീതികളൊക്കെ. അപ്പോൾ ഇതിലൊന്നും ടെൻഷനൊന്നും പാടില്ല. അപ്പോൾ രജിസ്റ്റർ നമ്പർ തെറ്റാതെ എഴുതുക. അതിൽ ഓവർ റേറ്റിംഗ് ഒന്നും പാടില്ല. ഇങ്ങനെ വീണ്ടും കറുപ്പിച്ച് ചിലർ എഴുതും, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ആദ്യമേ ശ്രദ്ധിച്ച് ആ രജിസ്റ്റർ നമ്പർ എഴുതണം. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കോഡ്, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡുണ്ട്, കോഡ് നമ്പർ ഓഫ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ FY എന്ന് ആയിരിക്കും തുടങ്ങുന്നത്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വലത്തെ അറ്റത്ത് കാണാം. FY എന്നെഴുതിയിരിക്കും. എന്നിട്ടൊരു നമ്പർ ഇട്ടിരിക്കും. അതുപോലെ എടുത്തെഴുതുക. FY എന്നിട്ടിട്ട് ഒരു നമ്പർ കാണും. അത് നിങ്ങൾക്ക് ആൻസർ, നിങ്ങളുടെ ഈ ഫേസിങ് ഷീറ്റില്ലേ, ആ ഫേസിങ് ഷീറ്റിൽ നിങ്ങൾക്കൊരു കോളം ഉണ്ട് താഴെ, അവിടെ ആ കോഡ് എടുത്തെഴുതണം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ. മനസ്സിലായല്ലോ? പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 കോളം ഉണ്ട്, ഇങ്ങനെ ഫില്ല് ചെയ്യേണ്ട 2 സ്ഥലങ്ങളുണ്ട്. ഏറ്റവും മുകളിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പരും നെയിമും എഴുതേണ്ട ഭാഗമാണ്. അവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് ഫ്രണ്ട് ഷീറ്റിൽ നിങ്ങൾ ഇപ്പോഴത്തെ തൽക്കാലം ഫില്ല് ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് അഡീഷണൽ ഷീറ്റ് എഴുതേണ്ടതുണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രണ്ട് പേജ് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും കൂൾ ഓഫ് ടൈമിൻ്റെ സമയമായിരിക്കും. അപ്പോൾ ആ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യനൊക്കെ വായിച്ച് മനസ്സിലാക്കേണ്ട സമയമാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ടൈം എഴുതിയിരിക്കും. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതായത് പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 2 മണിക്കൂറും 20 മിനിറ്റുമാണ്. ആ 20 മിനിറ്റ് കൂൾ ഓഫ് ടൈമിനാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആ കൂൾ ഓഫ് ടൈമിൽ ചില കുട്ടികളൊക്കെ ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ഇരിക്കേണ്ട സമയമല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വായിച്ചിങ്ങനെ പരിചയപ്പെടണം. അപ്പോൾ അതിനെ 3ആയിട്ട് തരംതിരിക്കണം. ഏറ്റവും അറിയാമെന്നുള്ളത് ഒരു ടിക്കൊക്കെ ഇടണം. കുറച്ചൊക്കെ പകുതിയൊക്കെ അറിയാം, ഏകദേശമൊക്കെ അറിയാമെങ്കിൽ അതിനെ ഒരു ടിക്കറ്റിട്ട് ഒരു വെട്ടൊക്കെ ഇടുക.
എന്തെങ്കിലും ഒരു സിമ്പിൾ അവിടെ വയ്ക്കുക. ഒട്ടും അറിയില്ലെങ്കിൽ ഒരു ഇൻറ്റു മാർക്ക് എന്തെങ്കിലും ഇടുക. അപ്പോൾ നിങ്ങൾക്കത് ഇങ്ങനെ തരംതിരിച്ച് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് അടുത്ത ആൻസറൊക്കെ എഴുതി പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യേണ്ട ഒരു സമയമാണ് ഈ സമയം. ഇത് ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾക്ക് അപ്പോഴും പേപ്പറിലിട്ട് ഒന്നും എഴുതാനായിട്ട് സാധിക്കില്ല. ആ സമയം നിങ്ങൾ ക്വസ്റ്റ്യൻ പരിചയപ്പെടേണ്ട സമയമാണ്, പ്ലാൻ ചെയ്യേണ്ട സമയമാണ്. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എക്സാം എഴുതേണ്ട സമയമായി. ഓരോ ബെല്ലടിക്കും അതിനനുസരിച്ച്. അപ്പോൾ അവിടെ നിൽക്കുന്ന ടീച്ചർ ഇൻസ്ട്രക്ഷൻ തരും. അപ്പോൾ നിങ്ങൾക്ക് ആ എക്സാം എഴുതേണ്ട സമയത്ത് നിങ്ങൾക്ക് എഴുതി തുടങ്ങാം. പിന്നെ ഇനി 1 മിനിറ്റും വേസ്റ്റ് ആക്കാതെ എഴുതി തുടങ്ങണം. മനസ്സിലായല്ലോ? അപ്പോൾ എഴുതുമ്പോൾ എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു ബാക്കി 6 പേജ് നിങ്ങൾക്ക് ഇതിന് എഴുതാനുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് എഴുതാം. എഴുതി കഴിഞ്ഞിട്ട് ഇപ്പോൾ അഡീഷണൽ ഷീറ്റ് മേടിക്കണമെങ്കിൽ അഡീഷണൽ ഷീറ്റ് മേടിക്കാം. അപ്പോൾ അഡീഷണൽ ഷീറ്റിൽ നിങ്ങൾക്ക് 2 പേപ്പറായിരിക്കും ഒരുമിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് എന്നാലും അതിന് ഒരു അഡീഷണൽ ഷീറ്റ് എന്നാണ് പറയുന്നത്, അല്ലാതെ പേജ് നമ്പറല്ല ഇവിടെ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ അഡീഷണൽ ഷീറ്റിൻ്റെ നമ്പർ എഴുതാനായിട്ട് അതായത് ഇടതുവശത്ത് ആ പേപ്പറിൽ ഒരു കോളം കാണും. അവിടെ 1 ഇടുക. ആദ്യം മേടിക്കുമ്പോൾ 1, വീണ്ടും മേടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഷീറ്റിൽ 2 ഇടുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെ ഇട്ട് വയ്ക്കുക. അപ്പോൾ അങ്ങനെ ഇട്ട് പോകണം, മറക്കരുത്. അഡീഷണൽ ഷീറ്റിൻ്റെ നമ്പർ അതിൽ എഴുതണം. രജിസ്റ്റർ നമ്പർ പിന്നെ ഒരിടത്ത് എഴുതേണ്ട കാര്യമല്ല. നമ്മൾ ഫ്രണ്ടിൽ എഴുതുന്നതിന് ഓരോ അഡീഷണൽ ഷീറ്റിലും രജിസ്റ്റർ നമ്പർ എഴുതരുത്, ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെല്ലാം എഴുതി കഴിഞ്ഞു. നിങ്ങൾ അവസാനം നൂല് വെച്ച് നന്നായിട്ട് കെട്ടുക, ടൈറ്റ് ചെയ്ത് കെട്ടണം. ചിലതൊക്കെ ലൂസായിട്ട് കെട്ടിപ്പോയാൽ അത് ഇളകിപ്പോവും. അപ്പോൾ ഒരു 4-5 കെട്ട് തന്നെ ടൈറ്റായിട്ട് കെട്ടണം. കെട്ടിയതിന് ശേഷം അഡീഷണൽ ഷീറ്റിൻ്റെ നമ്പർ എത്രയാണോ, നിങ്ങൾ 2 മേടിച്ചെങ്കിൽ 2, അപ്പോൾ 1 മേടിച്ചില്ലെങ്കിൽ നില്ലെന്ന് ഫ്രണ്ട് പേജിൽ, അതായത് മുകൾ ഭാഗത്ത് ഞങ്ങൾ നെയിം ഓഫ് എക്സാമിനേഷൻ ഒക്കെ എഴുതിയില്ലേ, അതിൻ്റെ അടുത്തായിട്ട് വലതുവശത്ത് നിങ്ങൾക്കൊരു കോളമുണ്ട് അഡീഷണൽ ഷീറ്റിൻ്റെ നമ്പർ എഴുതാനായിട്ട്. അവിടെ നിങ്ങൾ അഡീഷണൽ ഷീറ്റിൻ്റെ നമ്പർ എഴുതണം. എത്രയാണോ മേടിച്ചത്, നിങ്ങളിപ്പോൾ 1, 2, 3 എന്നൊക്കെ എഴുതി വെച്ചിരിക്കും. അപ്പോൾ ആ നമ്പർ ഇപ്പോൾ 3 ആണെങ്കിൽ 3 എഴുതണം. 1 മേടിച്ചില്ല എന്ന് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾ എത്രയാണ് ഇടുന്നത്, നിങ്ങൾ നില്ലെന്ന് എഴുതണം, അല്ലെങ്കിൽ 0 എന്ന് ഇടണം. എന്തായാലും അവിടെ നിങ്ങൾ ഫില്ല് ചെയ്ത് പോകണം. ഇനി ഒരു അഡീഷണൽ ഷീറ്റ് മേടിച്ചില്ലെങ്കിലും നിങ്ങൾ ഈ പേപ്പർ കെട്ടണം. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു അഡീഷണൽ ഷീറ്റ് മേടിച്ചില്ലെങ്കിൽ നൂല് വെച്ച് കെട്ടണം എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലായി കാണും. ഇനി നിങ്ങൾക്ക് അപ്പോൾ പേപ്പർ എല്ലാം എഴുതി കഴിഞ്ഞു എന്ന് ഫൈനലായെന്ന് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾ പേപ്പറൊക്കെ 2-3 പ്രാവശ്യമൊക്കെ അവസാനമൊക്കെ നിങ്ങൾക്ക് ഓട്ടിച്ചൊക്കെ നോക്കാം എല്ലാം എഴുതിയത് ശരിയാണോ, ഇനി ഏതെങ്കിലുമൊക്കെ എഴുതേണ്ടതുണ്ട്, അതെല്ലാം വെരിഫൈ ചെയ്ത് എല്ലാം ഓക്കെ ആയി. നിങ്ങൾ വാല്യൂ പോയിൻറ്റ്സ് ഒക്കെ വേണമെങ്കിൽ സ്കെയിലും പെൻസിലൊക്കെ വെച്ചൊന്ന് മാർക്ക് ചെയ്യാം, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ പേപ്പർ കുറച്ച് അട്രാക്റ്റീവ് ആയിരുന്ന ആ വാല്യൂ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ ആ പേപ്പറിൽ മാർക്ക് ഇടാനൊക്കെ തോന്നും കേട്ടോ. അങ്ങനെയൊക്കെ അപ്പോൾ വാല്യൂ പോയിൻറ്റ്സ് ഒക്കെ പെട്ടെന്ന് നമുക്ക് കണ്ണിൽ കിട്ടത്തക്ക രീതിയിൽ നിങ്ങൾ ആ രീതിയിൽ മാർക്ക് ചെയ്തിരുന്നാൽ വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു സമയമൊക്കെ ഇതൊക്കെ ലാസ്റ്റിലാണ് ഉപയോഗിക്കേണ്ടത്. സമയം കിട്ടിയാലാണ് ഇതൊക്കെ ചെയ്യേണ്ടത്, അല്ലാതെ സമയമില്ലാത്ത ഇതൊന്നും ചെയ്യരുത് കേട്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പേപ്പറിന് കൊടുക്കേണ്ട സമയമായെന്ന് വെച്ചോളൂ. അപ്പോൾ ഇതൊക്കെ ഒരു പേപ്പർ കൊടുക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പേ തന്നെ നിങ്ങൾ ഈ പേപ്പറൊക്കെ കെട്ടി ഒന്ന് വെരിഫൈ ചെയ്യാനൊക്കെ സമയമൊക്കെ കണ്ടെത്തുക. അപ്പോൾ ടെൻഷൻ അടിക്കാതെ നിങ്ങൾക്കെല്ലാം ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇനി ഒന്നും എഴുതുന്നില്ല, ഇനി ആൻസർ എല്ലാം എഴുതി കഴിഞ്ഞു തീർന്നെങ്കിൽ നിങ്ങൾ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക, ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ക്യാൻസൽഡ് എന്ന് താഴെ എഴുതണം, ക്യാൻസൽഡ് എന്ന് താഴെ എഴുതുക. മനസ്സിലായല്ലോ? എന്നിട്ട് അപ്പോൾ നിങ്ങളുടെ അവിടെ നിൽക്കുന്ന ടീച്ചർ അതിന് താഴെ സൈനൊക്കെ ചെയ്യും. പിന്നെ അതിന് താഴെ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. പിന്നെ അതിന് ബാക്കി ഭാഗം നിങ്ങൾക്ക് ഇനി അവിടെ എഴുതാതെ താഴോട്ട് ഏതെങ്കിലും സെക്ഷനിൽ ബാക്കി ഇങ്ങനെ പേപ്പറിൽ വെറുതെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുന്നെങ്കിൽ ആ ഭാഗത്ത് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരയ്ക്കുക. മനസ്സിലായല്ലോ? നിങ്ങളിപ്പോൾ ഇപ്പം ആ ഷീറ്റിൽ ബാക്കി ഇനി സ്ഥലം കിടക്കുകയാണെങ്കിൽ ഇനി അവിടെ എഴുതുന്നില്ലെങ്കിൽ ക്രോസ് ചെയ്ത് ഇങ്ങനെ വെട്ടുക. ഇത്രയും മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും തന്നെയാണ് ഈ പേപ്പറിൽ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് അടുത്ത് പരിചയപ്പെടുത്തുന്നത് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ആണ്. അത് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ കുറച്ച് മാറ്റമുണ്ട്. അതായത് 120 മാർക്കിനാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകുക. നിങ്ങൾക്ക് മാക്സിമം എഴുതിയെടുക്കേണ്ട മാർക്ക് എത്രയാണ്? 60 മാർക്കിന് ഇരട്ടി ക്വസ്റ്റ്യൻസ് മാർക്ക് അതിനകത്ത് കാണും. 120 മാർക്കിന് അതിൽ ചോദിച്ചിരിക്കും. ഇതുപോലെ തന്നെ മറ്റ് സബ്ജക്ട്സ് 80 മാർക്കിനാണെങ്കിൽ 160 മാർക്കിനും ചോദിച്ചിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതുപോലെ 120 മാർക്കിനും ഉള്ള നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അറിയാമോ തറവായതെല്ലാം ആദ്യം എഴുതുക. അപ്പോൾ മാക്സിമം എഴുതാനായിട്ട് ശ്രമിക്കുക.
കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് 120 മാർക്ക് എഴുതിയാലും ചിലപ്പോൾ 120-ന് 110 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയുണ്ടെന്ന് വെച്ചോളൂ. 110 ആ കുട്ടിക്ക് കിട്ടി. പക്ഷേ ആ കുട്ടിക്ക് അവസാനം മാർക്ക് വരുമ്പോൾ എത്രയേ കിട്ടുള്ളൂ? മാക്സിമം 60 കിട്ടുള്ളൂ. പക്ഷേ അതിന് ടോട്ടൽ ഇത് വന്നപ്പോൾ 110 കിട്ടും അല്ലേ? ചിലപ്പോൾ 120 കിട്ടിയിരിക്കാം, ചിലപ്പോൾ 90 കിട്ടിയിരിക്കാം. പക്ഷെ അതെല്ലാം എത്രയെന്ന് എഴുതും? 60 എന്ന് എഴുതും. അതെങ്ങനെയാണ്? ഏത് ക്വസ്റ്റ്യനും അവർ ചിലപ്പോൾ ഏതെങ്കിലും പാർട്ടിൽ അവർ വിട്ടാലും വേറെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താലും ആ കുട്ടിക്ക് എവിടെ കൂടെയെങ്കിലും, അതായത് ആ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്ത് കുട്ടിക്ക് 60 മാർക്ക് എടുക്കാൻ അത് സുഖമായിട്ട് അതിൽ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴും കുറച്ചൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താണെന്നോ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഇതിൽ വിവിധ ഭാഗങ്ങളുണ്ട്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്നൊക്കെ കാണും. ഇപ്പോൾ പാർട്ട് എയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചോളൂ. അതിൽ 10 എണ്ണം തന്നിരിക്കും. അതിൽ 5 എണ്ണം ആൻസർ ചെയ്യാനായിട്ട് ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. 5 എണ്ണം നിങ്ങൾക്ക് മതി. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓരോന്നും 1 മാർക്ക് വെച്ച് അങ്ങനെ 5 എണ്ണം ആൻസർ ചെയ്യണം എന്ന് വെച്ചോളൂ. അപ്പോൾ എത്ര മാർക്ക് കിട്ടി? 5 മാർക്ക്. പക്ഷെ നിങ്ങൾക്ക് അതിൽ എത്ര ക്വസ്റ്റ്യൻസ് തന്നിരിക്കാൻ? ചിലപ്പം 10 എണ്ണം കാണും. അപ്പോൾ നിങ്ങൾക്ക് 10 എഴുതാം. പക്ഷെ 10 എഴുതി 10 ശരിയായാലും കിട്ടുന്നത് എത്രയാണ്? 5 മാർക്ക്. അപ്പോൾ ആ എ പാർട്ടിൽ എത്ര കിട്ടിക്കഴിഞ്ഞു? 5 കിട്ടുള്ളൂ. 5 കിട്ടിക്കഴിഞ്ഞു. അതേസമയം അവിടെ 10 എന്നല്ല ഇടുന്നത്. 10 എണ്ണം എഴുതി 10 ശരിയായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് മാക്സിമം ആ സെക്ഷനിൽ എഴുതിയെടുക്കേണ്ട മാർക്ക് എത്ര? 5. നിങ്ങൾ എത്ര എഴുതിയാലും നിങ്ങൾക്ക് 5 മാർക്ക് അവിടെ കിട്ടത്തുള്ളൂ. കഴിഞ്ഞ വർഷം അങ്ങനെയല്ല. 10 എഴുതിയാൽ 10 മാർക്ക് അവിടെ കിട്ടും. ഇപ്പോൾ അതിൽ നിന്നും വ്യത്യാസം ഓരോ സെക്ഷനിലാണ് മാർക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ പാർട്ട് ബി ആണെന്ന് വെച്ചോളൂ. പാർട്ട് ബിയിൽ ഇപ്പം 8 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വെച്ചോളൂ. പക്ഷെ നിങ്ങൾക്ക് 4 എണ്ണം എഴുതിയെടുത്താൽ മതി. ഓരോന്നും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചോളൂ. അപ്പോൾ 4 3 12 അല്ലേ? 12 മാർക്കിന് നിങ്ങൾക്കിപ്പോൾ 8 എണ്ണം ഉണ്ടെങ്കിൽ 8 3 24 മാർക്കിന് അതിൽ കാണും അല്ലേ? 24 മാർക്കൊന്നും കിട്ടില്ല. പക്ഷെ മാക്സിമം നിങ്ങൾക്ക് എത്രയേ കിട്ടുള്ളൂ? 4 3 അല്ലേ? അപ്പോൾ 12 മാർക്ക് അവിടെ നിങ്ങൾക്ക് എടുക്കേണ്ടതുള്ളൂ, കിട്ടത്തുള്ളൂ എത്ര എഴുതിയാലും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അവിടെ എഴുതാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻ എഴുതിയാലും ബെസ്റ്റ് ഓഫ്, അതായത് ഏറ്റവും നല്ലത് കൂടുതൽ മാർക്ക് കിട്ടിയതാണ് അവിടെ എടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് അറിയാമെന്നുള്ളതൊക്കെ ആദ്യം എഴുതുക, എന്നിട്ട് മറ്റത് കൂടെ എഴുതാനായിട്ട് ശ്രമിക്കുക, സമയം ഉണ്ടെങ്കിൽ മാത്രം. അതേസമയം 1 വേർഡ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം 1 വേർഡിൽ എല്ലാം എഴുതാനായിട്ട് ശ്രമിക്കുക. ഏതെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ ചിലപ്പോൾ 1 മാർക്ക് അവിടെ കുറഞ്ഞു പോയാൽ ഫുൾ മാർക്സ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പിന്നെ പറ്റില്ല കേട്ടോ. അപ്പോൾ ചില കുട്ടികൾ 5 എണ്ണം എഴുതി വയ്ക്കും. കൂടുതൽ ചോയ്സ് ഉള്ളത് അവിടെ എഴുതില്ല. 1 വേർഡ് തന്നെയല്ലോ നിങ്ങൾക്ക് സ്പീഡിൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മാക്സിമം അവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. 5 എണ്ണം മാത്രം ഇപ്പോൾ എഴുതേണ്ട സ്ഥാനത്ത് 5 എണ്ണം മാത്രം എഴുതിയാൽ ഒന്ന് തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കുറയും, ഫുൾ മാർക്സ് കിട്ടാതെ വരും. അപ്പോൾ അങ്ങനെ വരരുത്. അപ്പോൾ ഓരോ സെക്ഷനിലും നിങ്ങൾ എടുക്കേണ്ട മാർക്ക് മാക്സിമം എടുക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. അത് ആദ്യം കറക്റ്റായിട്ട് എഴുതി ഓരോ സെക്ഷനിൽ എഴുതേണ്ടത് ഇപ്പോൾ 4 എണ്ണം എഴുതണമെങ്കിൽ 4 എഴുതുക. അടുത്ത സെക്ഷനിൽ എഴുതേണ്ട 5 എണ്ണം ഉണ്ടെങ്കിൽ 5 എഴുതുക. ഇങ്ങനെ എല്ലാ സെക്ഷനും കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും റിവൈസ് ചെയ്ത് അഡീഷണൽ ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ഡൗട്ടും തീർന്നിരിക്കും എന്ന് കരുതുകയാണ്. പിന്നെ ചില കുട്ടികളുടെ ഡൗട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ എഴുതാമോന്ന്, ക്വസ്റ്റ്യൻ മലയാളത്തിൽ കാണുമോന്ന്. അപ്പോൾ ഇംഗ്ലീഷിൽ ഒരു സൈഡിലുണ്ടെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യനും അപ്പുറത്ത് മലയാളത്തിലും കാണും കേട്ടോ. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇംഗ്ലീഷും ഉണ്ടായിരിക്കും, മലയാളം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏത് നോക്കി മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി ആൻസർ എഴുതുക. പിന്നെ ആൻസർ എഴുതുമ്പോൾ ഇപ്പോൾ മലയാളത്തിലും എഴുതാം, ഇംഗ്ലീഷിലും എഴുതാം. ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇംഗ്ലീഷിൽ ആൻസർ എഴുതിയെന്ന് വെച്ചോളൂ, അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം. എങ്ങനെയെങ്കിലും നിങ്ങൾ ആൻസർ അതിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു വാല്യൂ പോയിൻറ്റ്സ് അനുസരിച്ചാണ് ആൻസർ എഴുതേണ്ടത്. ചില കുട്ടികൾ വാരി വലിച്ചെഴുതും. അപ്പോൾ അങ്ങനെയൊന്നും പാടില്ല. 2 മാർക്കിനെങ്കിൽ 2 പോയിൻറ്റ്സ് എഴുതുക, 3 മാർക്കിനെങ്കിൽ 3 പോയിൻറ്റ്സ് പ്രധാനമാണ്, അത് ശ്രദ്ധിക്കണം. അതൊക്കെ ഇങ്ങനെ വാരി വലിച്ചെഴുതേണ്ട, അതിനനുസരിച്ച് വേണം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ എഴുതേണ്ട. എക്സാമ്പിൾ കാണിക്കേണ്ടിടത്ത് എക്സാമ്പിൾ കാണിക്കുക, ഫിഗർ വരയ്ക്കേണ്ടിടത്ത് ഫിഗറൊക്കെ വരയ്ക്കുക. അങ്ങനെ വരുന്ന എക്സാം നിങ്ങൾ നല്ല രീതിയിൽ എഴുതാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. അത് നല്ല കോൺഫിഡൻസോടുകൂടെ ഓരോ എക്സാമും എഴുതുക. നല്ല മാർക്ക് എല്ലാ സബ്ജക്ട്സിനും മേടിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ ബൈ പറയാണ്. ഓക്കെ.